ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇടുന്നത് ഒരു ഫോറസ്റ്റിലൂടെയുള്ള വാക്കും പിന്നെ കുറച്ച് അനുബന്ധമായിട്ട് കാണാൻ പോകുന്ന വാട്ടർഫാൾസും ഒക്കെ പാടെയുള്ള ഒരു 3 മൈലുള്ള ഒരു ട്രയലാണ്. ഇത് നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ് ഗ്ലെനോ ഫാൾസ് സീനിക് ഡ്രൈവ് ആ എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡാണത്. ആക്ച്വലി നമ്മൾ പകുതി വരെയാണ് ഒരു എപ്പിസോഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് അതൊന്ന് കാണും. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. എന്നിട്ട് അപ്പോൾ എന്താ സംഭവിച്ചാൽ ഞങ്ങൾ കോസ്റ്റൽ റൂട്ട് കംപ്ലീറ്റ് ആവുന്ന വരെയാണ് ആ എപ്പിസോഡിൽ ഇട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ തിരിച്ച് ഒരു ഫോറസ്റ്റിലോട്ട് കയറുകയാണ് ചെയ്തത്. ആ ഫോറസ്റ്റ് റൂട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്തിയിട്ട് ഒരു വാലിയുടെ അവിടെ എത്തും. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ നിന്നൊരു ട്രയലുണ്ട്, ഫോറസ്റ്റിലൂടെ ഉള്ള ഒരു ട്രയലുണ്ട്. അത് ഏറെക്കുറെ ഒരു 3 മൈൽസോളം വരുന്നൊരു ട്രയലാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് വൈകുന്നേരം ആ ട്രയലിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വാട്ടർഫാൾ തേടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയി. അതിങ്ങനെ ഒരു സർക്കുലർ പാത്താണ്. ലാസ്റ്റ് നമ്മൾ ഈ വന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. അപ്പോൾ അത് കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഇതൊരു വൃത്തിയായൊരു എപ്പിസോഡെന്നല്ല, ഒരു യാത്രയായിരുന്നു. കാരണം കുറേ നടക്കേണ്ടി വന്നെങ്കിൽ പോലും ഒരുപാട് സംഭവങ്ങൾ കണ്ടു. വഴിയിൽ റാസ്ബെറി ഉണ്ടായിരുന്നു, അത് പിക്ക് ചെയ്യുക. അങ്ങനെ പിന്നെ ഒരു വാട്ടർഫാള് റിവറിൻ്റെ ഏറ്റവും താഴെ വരെ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി ആ വാട്ടർഫാളിൽ നിന്ന് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആദ്യം കയറിയിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ വാട്ടർഫാൾസ് നമ്മൾ ഒരു 3-4 വാട്ടർഫാൾസ് ഇതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്രാവൽ. തട്ടായിട്ട് കിടക്കുവാണ്. അപ്പം അടുത്ത് ഓരോരോ ഫാളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. ഇവിടെ ഒരു ഫാളുണ്ട്, നമുക്ക് അതിൻ്റെ വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല രസമുള്ളൊരു ഡേ ആയിപ്പോയി ശരിക്കും പറയുകയാണെങ്കിൽ. കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ. പിന്നെ അയർലാൻഡിൽ ഇങ്ങനെ പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ കാരണം നമുക്കത്ര പ്രോബ്ലംസ് ഇല്ല നടക്കുമ്പോൾ. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അങ്ങനെ നാട്ടിലെ പോലെ പാമ്പ് ഉണ്ടാവുകയാണ് പേടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നെക്സ്റ്റ് വാട്ടർഫാളിൻ്റെ വ്യൂ.
നമുക്ക് ഇനിയും താഴ്ത്തേക്ക് ഉണ്ടോ നമുക്കറിയില്ല. നമുക്ക് ഏറ്റവും താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ ഒരു കടയുണ്ട്, ഷോപ്പുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഷോപ്പൊക്കെ ആയിട്ട് രസമുണ്ട് സംഭവം. സാറ്റർഡേ വെറുപ്പായി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടുന്ന് വേണമെങ്കിൽ എന്തെങ്കിലും കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലൈറ്റ് റിഫ്രഷ്മെൻറ്റ്സ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഗ്ലെൻറിഫ് വാട്ടർഫോൾ. ഇത് ഗിന്നസാ. അതിവിടെ ബിയർ കിട്ടാൻ തോന്നുന്നുണ്ട്. അവിടെ ആൾക്കാർ ഇരിക്കും നോക്ക്. നല്ല രസമുണ്ട് അല്ലേ? അവിടെ ഇരുന്ന ആളുകള് ശരിക്കും ഈ കഫേ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഓൾട്ട് കഥ ആവി പറയണത് വാട്ടർഫോൾ അല്ല, ഡയറ്റ് ഫോളാണ്. കാരണം ഇതിലെ വെള്ളത്തിനൊരു കൊക്കക്കോള കളറാണ്. ആ നല്ല രസമുണ്ട്, ശരിയാണ്. ടോൾ ട്രീസ്. ഇതാണ് കിടു വാട്ടർഫോൾ. നൂല് പോലെ ആണെങ്കിൽ ഭയങ്കര രസമുണ്ടാകും. Let's wait here. ക്ഷീണിച്ചാ? അതിനോ ഞാനേ ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ആമി ക്ഷീണിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ ട്രയലിൻ്റെ സ്ഥലത്ത് വന്നിരുന്നു. അവിടെ കയ്യിൽ മാങ്ങ ഉണന്നുണ്ടായിരുന്നു. അപ്പം മാങ്ങ കഴിക്കുകയാണ് രണ്ടുപേരും. മോസ്കിറ്റോ അല്ല, അത് ഒരു ടൈപ്പ് ഈ എന്താണ് ഇങ്ങനെ ഒരു ഇതായിട്ട് പറന്നു വരുന്ന ഒരു സാധനം. അത് എന്തായാലും ഇന്ത്യൻ മാങ്ങ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഈ ഗ്ലെന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തെയ്യോ അല്ലെങ്കിൽ മരം ഇവിടെ ഉണ്ടാവും, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വരുമോ? കാണാല്ലേ, ചിലപ്പോൾ വന്നാലോ. എവിടെയോ ഒരറ്റം കാണാണ്ടല്ലോ, എന്തൊക്കെയോ ആ എക്സിബിഷൻ്റെ അവിടേക്ക് എത്തിയല്ലേ. ഓ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കിതച്ചുകൊണ്ടിരിക്കുന്നതാണ്, വേറൊന്നുമില്ല. ഇവിടെ കാർ പാർക്ക് ഇവിടെ ഉണ്ട്. ആ എന്നാ വേറെ കാർ പാർക്ക് അവിടേക്കും തോന്നി. അതാണ് നമ്മളാ ഓടി വന്ന സ്ഥലമാണ് അത്. ആ ഛേ ആണോ? ആ വണ്ടി പോയിട്ട് ഇപ്പൊ നമ്മളാരായി സ്കസി. പക്ഷെ കുഴപ്പമില്ല, നടക്കുന്നത് ആരോഗ്യത്തിനല്ലാന്നൊക്കെ ഈ പറയാം. അപ്പം നമ്മൾ വന്നോടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏറെക്കുറെ. ഓ മൈ ഗോഡ്. എന്നാലും 2 ഫോറസ്റ്റൊക്കെയാണ് ഇന്ന് കവർ ചെയ്തത്. മൈ ഗോഡ്. ഇതൊരു അസാമാന്യ ട്രക്കായിരുന്നു. അതായത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അസാമാന്യം എന്ന് വെച്ചാൽ 2 ഡെസ്റ്റിനേഷൻ കവർ ചെയ്തല്ലോ, അതുകൊണ്ടാണ്.
പക്ഷേ നല്ലതാണ്. കാരണം ഞാൻ ആഴ്ചയിൽ 5 ദിവസം ഒരു സീറ്റും ഇരുന്ന് ലാപ്ടോപ്പിൽ പണി ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേങ്കിൽ നമ്മൾ ബോഡിക്കൊരു വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. നല്ലതാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ലതാണ്. ആമിയൊക്കെ ഒരു ലെവലായിരുന്നു. പിന്നെ ഇടയിൽ ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചായിരുന്നു. അതുകൊണ്ട് വെള്ളം മാത്രം കൈ പിടിക്കാൻ മറന്നു. നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വെള്ളം കൈ പിടിക്കാതെ വരരുത്, പണി കിട്ടും. ഞങ്ങളൊരു മാങ്ങ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഈ വഴിയിലൊക്കെ വൈൽഡ് റാസ്പെറി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ അങ്ങോട്ട് വ്യൂ കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യൂ കാണിച്ചു തരാൻ പറഞ്ഞത്. നമ്മൾ വന്നിട്ടൊരു പച്ച കളറിൽ നമ്മൾ കുറച്ച് സ്ഥലത്ത് നല്ല ഭംഗിയുള്ള പുല്ല് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്തായാലും ഈ അയർലൻഡിൻ്റെ മാത്രം പ്രത്യേകതയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടോ, അപ്പോൾ അവിടെ ലൈറ്റ് കാണുന്നില്ലേ, ഒരു മഞ്ഞ കളർ കാണുന്നില്ലേ ആ എൻഡിൽ? അതെന്താ പറയുക, ഈ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് വരുന്ന അല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ മേഘങ്ങൾ ഭയങ്കര കൂടുതലുള്ള സ്ഥലമാണിത്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ചിറാപുഞ്ചി പോലെയാണ് യൂറോപ്പിലെ ഈ അയർലൻഡ്. എസ്പെഷ്യലി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ആണ് ചിറാപുഞ്ചി. യൂറോപ്പിലെ മേഘാലയ അയർലൻഡ്, ഇന്ത്യയിലെ മേഘാലയ അയർലൻഡ്, എന്തൊക്കെയാണ് പറയുന്നത്, ഇന്ത്യയിലെ മേഘാലയ പോലെയാണ് യൂറോപ്പിലെ അയർലൻഡ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൽ ചിറാപുഞ്ചിയാണ് ഡെറി. കാരണം എല്ലാ സമയവും നമുക്ക് മഴയാണ്. മഴ. ഇന്ന് അവനെന്നെ പിടിച്ചില്ല, കണ്ടപ്പോൾ കുരച്ചു പട്ടി. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എന്തായാലും വെറുത്തായി. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം പച്ചപ്പൂ ഹരിതാപം കണ്ടിട്ടല്ല, പച്ചപ്പൂ ഹരിതാപം തന്നെ ഇവിടെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അതെന്നെ കുളിരെണീക്കുന്ന പരിപാടിക്ക് നിന്നു. പക്ഷേ നല്ലൊരു എക്സർസൈസ്. രണ്ടാളും വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനിവിടെ ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലും കുപ്പിയിൽ ബാക്കി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അമ്മാതിരി ക്ഷീണിച്ചാണ് എല്ലാവരും. ഇത് ഈ വഴി വന്നു അല്ലേ? നമ്മൾ ഈ വഴി അങ്ങനെ പോയിട്ടാണ് ഇപ്പോൾ ഇവിടെ തിരിച്ച് ഇതേ പോയിന്റിൽ എത്തി. അങ്ങനെ നമ്മൾ ഇനി എവിടെയും കയറുണ്ടാവില്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരോട് താങ്ക് യു. നിങ്ങളെല്ലാവരും ഒരു സമയം ട്രൈ ചെയ്യണം ഇവിടെ. ദാറ്റ്സ് ഓൾ. ബി സൈനിങ് ഓഫ്. വിൽ സീ യു ഇൻ അനദർ എപ്പിസോഡ്. ബൈ.